ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ഈ നാമം പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഒരു മതത്തിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിലും ഇത്രമേൽ ഏറ്റുചൊല്ലപ്പെട്ട ഒരു മാധ്യസ്ഥമോ ഇത്രമേൽ ഏറ്റുചൊല്ലപ്പെട്ട ഒരു വ്യക്തിയോട് ചേർന്ന പ്രാർത്ഥനയോ ഇല്ല. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഈശോയുടെ ജനനം മുതൽ ഇന്ന് ഈ 2024 വരെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം കടൽ തീരത്തെ മണൽത്തരികളെ തോൽപ്പിക്കുമാർ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ തോൽപ്പിക്കുമാർ ഈ ലോകത്തിൽ അനേകം കോടി പ്രാവശ്യം മുഴങ്ങപ്പെട്ടു. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇനി ഒരു ജാതിയിലോ ഒരു മതത്തിലോ ഒരു പ്രത്യയ ശാസ്ത്രത്തിലോ ഇത്രയും മഹനീയമായ ഒരു പ്രാർത്ഥന ഉണ്ടാകില്ല. നന്മ നിറഞ്ഞ മറിയമേ എന്ന തരത്തിലുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അത് ഒരു സ്ഥലത്തും ലോകാവസാനത്തോളം ഇനി ഉണ്ടാകില്ല. അതുകൊണ്ടാണ് രക്ഷകന്റെ അമ്മ എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ മറിയത്തെ കുറിച്ച് പറഞ്ഞത്, ഉദയസൂര്യന് മുമ്പേ ചക്രവാളങ്ങളിൽ ഉദിച്ച പുലർകാല നക്ഷത്രമാണ് മേരി. ഉദയസൂര്യന് മുമ്പേ ചക്രവാളങ്ങളിൽ ഉദിച്ച പുലർകാല നക്ഷത്രത്തിന്റെ പേരാണ് മറിയം, മേരി എന്നത്. ഉദയസൂര്യൻ ഈശോയാണ്. ഈശോയ്ക്ക് മുമ്പേ ഇതാ ഉദയസൂര്യൻ വരുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചക്രവാളങ്ങളിൽ പുനർകാല നക്ഷത്രം ഉദിക്കുന്നത് പോലെ മേരി ഉദയം ചെയ്തുവെന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുകയാണ്. അതുകൊണ്ടാണ് ഹൈന്ദവനായ KP അപ്പൻ ബൈബിള് മുഴുവൻ വായിച്ചിട്ട് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിന്റെ പേര് ഇതാണ്, മധുരമാണമ്മേ നിന്റെ ജീവിതം. അത് മാതാവിനെ കുറിച്ചുള്ള പുസ്തകമാണ്. അതുകൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള രാമപുരത്തിന്റെ വലിയ പുത്രി സാഹിത്യകാരി ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നി സമാനമായ നോവലിൽ അഗ്നിസാക്ഷിയിൽ കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ട് പറയിക്കുന്നത്, ഈ മാതാവിന്റെ രൂപം നോക്കിയിട്ട് പറയുന്നത്, ഇത്രമേൽ വാഴ്ത്തപ്പെടലുകൾ നേടിയ ഒരമ്മ ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മാതാവിന്റെ മഹനീയമായ മാധ്യസ്ഥത്തിന്റെ മുമ്പാകെ നമ്മൾ മുട്ടുമടക്കുകയും കൈകൂപ്പുകയും അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ തിരുനാളിന്റെ ദിവസങ്ങൾ. എന്താണ് മേരിയുടെ മഹനീയത എന്ന് പറയുന്നത്? നസ്രത്തിലെ ഒരു പാവം പെൺകുട്ടിയായിരുന്നല്ലോ. ഇവിടെ ഇരിക്കുന്ന ഏതൊരു യുവതിയെയും പോലെ സാധാരണ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് എന്താണ് ഇത്ര വലിയ മഹത്വം ഉണ്ടായത്? അവളുടെ മഹത്വം ഇത് തന്നെയാണ്. അവള് ദൈവപുത്രന് ജന്മം കൊടുത്ത ശ്രേഷ്ഠമായ വ്യക്തിത്വമാണ് എന്നതാണ്.